ചേർത്തല കല്ലറയ്ക്കൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന 8 പേർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചേർത്തല മഹലിൽ നിന്നും ഇക്കൊല്ലം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന വയലാർ മാപ്പിളത്തയ്യൽ മുഹമ്മദ് കുഞ്ഞ് നൈന, ഭാര്യ ജുബൈരിയ, വയലാർ പുതുവൽ നിവർത്തിൽ PE മൂസക്കുട്ടി, ഭാര്യ ഫൗസിയ, കല്ലറയ്ക്കൽ പരേതനായ KN സെയ്ദ് മുഹമ്മദിൻ്റെ ഭാര്യ AA റംലത്ത്, കല്ലറയ്ക്കൽ അബ്ദുൾ റഷീദിൻ്റെ ഭാര്യ ഹസീന, നെടുമ്പ്രക്കാട് 4 ബ്രദേഴ്സ് റെസിഡൻസിയൽ അബ്ദുൾ റഷീദ്, ഭാര്യ താജുന്നീസ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിന് സമീപത്ത് നടന്ന യാത്രയയപ്പ് ചടങ്ങ് ജമാഅത്ത് പ്രസിഡന്റ് നൌഷാദ് ഹസനി ഉദ്ഘാടനം ചെയ്തു. കല്ലറയ്ക്കൽ ട്രസ്റ്റ് പ്രസിഡന്റ് KH മജീദ് അധ്യക്ഷനായി. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി മുഖ്യപ്രഭാഷണം നടത്തി. യഥാർത്ഥത്തിൽ ഈ ഒരു സംഗമം എന്ന് പറയുന്നത് ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുന്നവർക്കുള്ള യാത്രയക്കൽ എന്നുള്ള ഈ സംഗമം എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ് മറ്റുള്ള കുടുംബങ്ങൾക്കൊക്കെ അതുപോലെയുള്ള കൂട്ടായ്മകൾക്കും നൽകുന്നത്. കാരണം ഒരു കുടുംബത്തിന് എന്തൊക്കെ സമുദായത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട ഈ കല്ലറയ്ക്കൽ ട്രസ്റ്റിന്റെ പ്രസിഡന്റും കൂടെ ആയ മജീദക്ക ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു സംഗമം നടത്തിയിട്ടുള്ള സാന്ത്വന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇനിയും ഒരുപാട് ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ മജീദൊക്കെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് 5:45 എല്ലാ പരിപാടിയും അവസാനിക്കണം. ഇപ്പോൾ എൻ്റെ ഈ ഒരു മുഖ്യ പ്രഭാഷണം എന്ന് പേരുള്ള ഈ ചെറിയ പ്രസംഗം കഴിഞ്ഞിട്ട് തന്നെ ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകാനുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ രൂപത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് നൗഷാദ് ഹസൻ ഉസ്താദ് അവറുകൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യപ്പെട്ട കനപ്പെട്ട ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരുന്നുണ്ടായി. അള്ളാഹു അതെല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും നാം ഏറെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് ഹാജിമാരെന്ന് പറയുന്നത്, അല്ലേ? വളരെയേറെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഹജ്ജിന് പോകുന്ന അവർക്ക് ഒരു യാത്രയപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാക്കിയിരിക്കുക. ഇത് കേരളത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദുൽഹിജ്ജ മാസം ആരംഭിച്ചാൽ കാണുന്ന ഒരു പതിവാണ്. ഇനി ദുൽഹിജ്ജ മാസം അവസാന ഘട്ടത്തിലും ഇതുപോലെ സംഗമങ്ങൾ ഉണ്ടാകും ഹാജിമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചേർത്തല മജ്ലിസ് പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് ഹസനി, മുനിസിപ്പൽ കൗൺസിലർ B ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി KA മുജീബ് റഹ്മാൻ സ്വാഗതവും KK നസീർ നന്ദി പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.